ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നമ്മുടെ വിഷമാവസ്ഥയിൽ സഹതാപപൂർവം സഹകരിക്കുവാൻ ആരുമില്ലെന്നു വന്നേക്കാം. അപ്പോൾ നാം നിരാശരാകും. ഇനി ഒറ്റപ്പെട്ട് ജീവിച്ചാൽ മതി എന്ന നിഗമനത്തിലെത്തും. അതുമൂലം ജീവിതം കൂടുതൽ ക്ലേശകരമാവുകയേയുള്ളൂ. നാം മനുഷ്യരിൽ നിന്ന് പൂർണ്ണത പ്രതീക്ഷിക്കരുത്. ആരെയും വെറുക്കുകയും അരുത്. ദൈവത്തിൽ നിന്ന് മാത്രം സഹതാപം പ്രതീക്ഷിക്കുകയും എല്ലാവരെയും സ്നേഹിക്കുകയുമാണ് വേണ്ടത്. നമ്മുടെ കർത്താവ് ഗത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ മനോവേദനയുടെ ഫലമായി രക്തത്തുള്ളികൾ വിയർപ്പായി ശരീരം ആസകലം ഒഴുകി. തൻ്റെ പ്രയാസത്തിൽ പങ്കുകൊള്ളണമെന്ന് ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. സഹകരിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. 3 പ്രാവശ്യം അവിടുന്ന് അവരുടെ അരികിൽ വന്നു. അപ്പോഴെല്ലാം അവർ ഉറങ്ങുകയായിരുന്നു. യേശു ഒട്ടും നിരാശനായില്ല. പിതാവായ ദൈവത്തോടുള്ള സംസർഗം മാത്രം ആശ്രയമായി കരുതിയാൽ മതിയെന്ന് നിശ്ചയിച്ചു. പിതാവിൻ്റെ ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടം സമർപ്പിച്ചു. അപ്പോൾ സ്വർഗീയ ശക്തി ലഭിച്ചു. ഒരു ദൂതൻ തന്നെ ശക്തനാക്കുവാൻ ആഗതനായി. പിന്നീടുണ്ടായ സകല കഷ്ടപ്പാടുകളെയും അടിപതറാതെ തരണം ചെയ്യുവാൻ ശക്തി ലഭിച്ചു. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ശക്തി മാത്രമേ കഷ്ടതകളെ നേരിടുവാൻ നമ്മെ ശക്തരാക്കൂ. മനുഷ്യനിൽ ആശ്രയിക്കുന്ന സ്വഭാവം ത്യജിക്കണമെന്നത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അബ്രഹാം ദൈവത്തിൽ ആശ്രയിച്ചു, വിശ്വസിച്ചു. എങ്കിലും ഇസഹാക്ക് ജനിച്ചപ്പോൾ തൻ്റെ പ്രതീക്ഷകൾ മകനിൽ കേന്ദ്രീകരിച്ചു. ആ സമയം ദൈവം അബ്രഹാമിനോട് മകനെ ബലി കഴിക്കുവാൻ ആവശ്യപ്പെട്ടു. സങ്കടത്തോടെ ആയിരുന്നെങ്കിലും അബ്രഹാം അതിനായി ഒരുങ്ങി. അബ്രഹാമിൻ്റെ മനപരിവർത്തനമായിരുന്നു ദൈവം ആഗ്രഹിച്ചത്. മനുഷ്യർ മാറിക്കളഞ്ഞാലും ദൈവം ഒരു നാളും മാറുകയില്ല. യെശയ്യാവ് 49:15. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നുകളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഇതാ, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.